Hello my dear students, welcome back to Eagle Learning. So മക്കളെ functions എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡൊമെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം ഫംഗ്ഷൻസിന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരൊറ്റ വീഡിയോയിൽ ഫംഗ്ഷൻ നമ്മൾ പഠിക്കാൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഫംഗ്ഷനും ഡൊമെയിൻ കണ്ടെത്തേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച ഫംഗ്ഷൻ നോക്കാം. ഏതൊക്കെയാണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഉണ്ട്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ മോഡുലസ് ഫംഗ്ഷൻ ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, സിഗ്നം ഫംഗ്ഷൻ ഉണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻ ഉണ്ട്, റാഷണൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, ലോഗരിതമിക് ഫംഗ്ഷൻ. അത് നമ്മൾ ഇപ്പം പഠിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ഈ ലോഗരിതമിക് ഫംഗ്ഷന്റെ ഡൊമൈനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തണം കേട്ടോ. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസിൽ നമ്മൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫംഗ്ഷൻസിൽ റൂട്ട് വന്നാൽ, ഒരു ഫംഗ്ഷനിൽ റൂട്ട് വന്നാൽ, അതേപോലെ തന്നെ ഡിനോമിനേറ്റർ വന്നാൽ, റൂട്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ അകത്ത് വരുന്ന വാല്യൂ നെഗറ്റീവ് ആവരുത്. വിച്ച് മീൻസ് 0 ഓർ പോസിറ്റീവ് ആയിരിക്കണം റൂട്ടിനകത്ത് വരുന്ന വാല്യൂസ്. എക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ കാണുന്ന എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. ഇനി അതേപോലെ ഡിനോമിനേറ്റർ വരുന്ന റാഷണൽ ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഈക്വൽ ടു 0 ആയിരിക്കുന്ന പോയിന്റ്സ് എക്സിന് ഉണ്ടാവരുത്. എക്സിന്റെ വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ്, ഇൻപുട്ട് വാല്യൂസ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ മുഖേന ഇത് സെറ്റാക്കി മാറ്റാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് റൂട്ട് 2x-8. എഗെയിൻ റൂട്ടിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് 0 അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കണം. അതേതാ എക്സ്പ്രഷൻ? 2x-8. ഇത് 0 ആവണമെങ്കിൽ 2xന്റെ വാല്യൂ എന്തായിരിക്കണം? 8 ആയിരിക്കണം. 8 ആണ് 0 വരിക. ഇനി 0നേക്കാൾ വലുതാവണമെങ്കിലോ 2xന്റെ വാല്യൂ 8നേക്കാൾ വലുതായിരിക്കണം. 8നേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഈ 2xന്റെ വാല്യൂ 8നേക്കാൾ വലുതായിരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 2xന്റെ വാല്യൂ 8 എന്ന് പറഞ്ഞാൽ 2xന്റെ വാല്യൂ 8 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 8/2 ഈക്വൽ ടു 4 ആയിരിക്കണം. അതായത് എക്സിന് ഇവിടെ നമ്മൾ 4 കൊടുത്താൽ ഈ കാണുന്ന എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി 4നേക്കാൾ വലുതായിട്ട് വരുന്ന നമ്പേഴ്സ് കൊടുത്താലോ അത് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 4 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരുന്ന നമ്പേഴ്സ് ആണ്. എക്സിന് കൊടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് 4, 4 പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇന്റർവെൽ ആയിട്ട് ഇരുന്നത് ക്ലോസ്ഡ് 4 ടു ഇൻഫിനിറ്റി ആണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഡൊമെയിൻ. കാരണം ഈ വാല്യൂസ് 4 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരുന്ന ഏത് നമ്പർ കൊടുത്താലും എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആയിരിക്കും റൂട്ടിനകത്ത് വരിക. 4നേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂസ് കൊടുത്താൽ നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് റൂട്ടിനകത്ത് നെഗറ്റീവ് ആവരുത്. അതിന് വേണ്ടിയുള്ള കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. അതായിരിക്കും ഡൊമെയിൻ വരിക. ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് 4 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ചാൻസ് കുറവാണ്, പക്ഷെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവാറുണ്ട് ഡൊമെയിൻ കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് റൂട്ട് x²-25. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എഗെയിൻ സെയിം തന്നെയാണ്, 0 ഓർ പോസിറ്റീവ്. x²-25. ഈ കാണുന്ന എക്സ്പ്രഷൻ 0 ആവണമെങ്കിൽ എക്സിന് ഏത് വാല്യൂസ് വരണം? എക്സിന് 5 വന്നാൽ ഓക്കെ അല്ലേ? എക്സ് 5 വന്നാൽ എന്തായിട്ട് മാറും? 5²-25 എന്താണ്? 0 ആണ്. 5²-25 ആണ്. 25 - 0 ആയിട്ട് മാറുന്നു. ഇനി അതേപോലെ 0നേക്കാൾ വലുതാവണമെങ്കിലോ 5നേക്കാൾ വലിയ നമ്പേഴ്സ് വരണം. 6 വരണം, 7 വരണം, 8 വരണം. 5നേക്കാൾ ചെറുതാണെങ്കിലോ 0നേക്കാൾ ചെറുതായിട്ട് മാറും. അതായത് നെഗറ്റീവ് ആയിട്ട് മാറും ഈ എക്സ്പ്രഷന്റെ വാല്യൂ. അപ്പം നമ്മുടെ ഡൊമെയിനിൽ എന്ത് വന്നു? ഈ കാണുന്ന 5 മുതൽ 5 ടു എന്ത് വരും? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരും. എങ്ങനെ മനസ്സിലായി? എക്സിന് 5 കൊടുത്തപ്പോൾ 5²-25 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് 5ഓ 5നേക്കാൾ വലുതോ വന്നു കഴിഞ്ഞാൽ, വലിയ വാല്യൂസോ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇവിടെ പോസിറ്റീവോ അല്ലെങ്കിൽ 0 വരുന്നു. ഈ കാണുന്ന x²-25 എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഓക്കെ ആണല്ലോ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. x² എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയേഴ്സും എന്താണ്? അതും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് നമ്മളിവിടെ പരിഗണിക്കണം. ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ എക്സിന് പകരം -5 കൊടുത്തു. -5 ആയിട്ട് കൊടുക്കുന്നത്. സോ -5 ഹോൾ സ്ക്വയർ -25 ഈക്വൽ ടു 25 - 25 തന്നെയാണ്. which is equal to 0. അപ്പോൾ -5 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി അതേപോലെ ഇത്
0നേക്കാൾ വലുതാവണമെങ്കിൽ ഇവിടെ 25നേക്കാൾ വലുതായിരിക്കണം. ഇവിടെ 25നേക്കാൾ വലുതായിരിക്കണം. -5 വന്നു, -6 കൊടുത്താൽ എന്തായിട്ട് മാറും? 36 - 25. -6ന്റെ സ്കോർ എന്താണ്? അത് 36 ആണ്. 36 - 25 അതും പോസിറ്റീവ് ആയിട്ട് മാറി. ഇപ്പൊ -5നേക്കാൾ ചെറിയ വാല്യൂസ് വന്നാലും എന്തായിട്ട് മാറുന്നുണ്ട്? 0യോ അല്ലെങ്കിൽ പോസിറ്റീവോ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡൊമെയിനിൽ കുറച്ചും കൂടി ആൾക്കാർ വരികയാണ്. അത് ആരൊക്കെയാണ് വരുന്നത്? ഇതാ ഇവിടെ ഞാൻ എഴുതാൻ പോവാട്ടോ. ഇവിടെ ഞാൻ എഴുതാൻ പോവാണ്. വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് മായ്ക്കട്ടെ. എടാ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി, നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ -5 വരെയുള്ള ഏത് വാല്യൂസും കൊടുക്കാം. അങ്ങനെ കൊടുത്താലും ഈ x² - 25 എന്ത് വരും? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0നേക്കാൾ വലുതായിട്ട് മാറും. -5നേക്കാൾ വലിയ നമ്പേഴ്സ് അത് ഏതൊക്കെയാണ്? -5നേക്കാൾ വലുത് വരുന്നത് -4 കൊടുത്താൽ റെഡി ആവില്ല, -3 കൊടുത്താൽ റെഡി ആവില്ല. അപ്പോഴൊക്കെ നെഗറ്റീവ് ആണ് നമ്മുടെ x² - 25 എന്ന് പറയുന്ന എക്സ്പ്രഷൻ വരിക. വിച്ച് മീൻസ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 2 പീസ് ആയിട്ട് കിടക്കുകയാണ്. ഈ പീസുകൾ ഒന്നിച്ച് എഴുതാൻ വേണ്ടി നമ്മൾ യൂണിയൻ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. സോ ഇവിടെ ഡൊമെയിൻ എന്തായിട്ട് മാറി? ഇവിടെ ഡൊമെയിൻ എന്തായിട്ട് മാറി? -∞ to -5 ക്ലോസ്ഡ് ആട്ടോ. യൂണിയൻ ക്ലോസ്ഡ് 5 to ∞ ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലോജിക്കലി ആലോചിക്കുക. നെഗറ്റീവ് വരരുത്, 0 അല്ലെങ്കിൽ പോസിറ്റീവ് വരണം. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ട്വിസ്റ്റ്, അത് തിരിഞ്ഞു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഫൈൻഡ് ദ ഡൊമെയിൻ 9 - x². നേരത്തെ x² - 25 ആണ്, പക്ഷേ ഇവിടെ എന്താണ്? 9 - x² ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം 0 ഓർ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇപ്പം 9 - x² ആണ്. ഇനി ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും, x² വാല്യൂസ് 0 ആണെങ്കിൽ, ഇവിടെ ഈ കാണുന്ന എക്സ്പ്രഷൻ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരണം? അല്ലെങ്കിൽ x² എന്തായിരിക്കണം? x² 9 ആയിരിക്കണം. x² 9 ആവാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ -3. ശരിയാണല്ലോ? 3 വന്നാലും -3 വന്നാലും x² എന്തായിരിക്കും? 9 ആയിരിക്കും വരിക. അപ്പൊ 0 കിട്ടണമെങ്കിൽ 3യോ -3 ആണ്. ഇനി അതേപോലെ 0 കിട്ടി, ഇനി പോസിറ്റീവ് ആവണമെങ്കിലോ? പോസിറ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9നേക്കാൾ ചെറുതായിരിക്കണം x² വാല്യൂസ്. 9നേക്കാൾ ചെറുതാവണമെങ്കിൽ 3നേക്കാളോ അല്ലെങ്കിൽ -3നേക്കാളോ വലിയ നമ്പേഴ്സ് വേണ്ടേ? അതായത് 4 വന്നാൽ, ഇപ്പോൾ ഞാൻ 3നേക്കാൾ വലിയ നമ്പർ കൊടുത്തു, 4 കൊടുത്തു. 4ന്റെ സ്ക്വയർ എന്താ? 16 ആണ്. 9 - 16 എന്ന് പറഞ്ഞാൽ എന്താണ്? -7 ആണ്. നെഗറ്റീവ് നമ്പർ വന്നു. അതായത് 3നേക്കാളോ അല്ലെങ്കിൽ -3നേക്കാളോ വലുതായിട്ട് വരുന്ന നമ്പേഴ്സേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ഡൊമെയിൻ വരിക ഇവിടെ 9 - 3² = 9 - 9 0 ആയിട്ട് മാറുന്നു. അതേപോലെ 9 - -3² എന്തായിട്ട് മാറുന്നു? 9 - 9 = 0 ആയിട്ട് മാറുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 വാല്യൂസിനേക്കാൾ ഇടയിൽ വരുന്ന, നോക്കട്ടെ, ഈ 2 വാല്യൂസിൻ്റെയും ഇടയിൽ വരുന്ന ഏത് റിയൽ നമ്പേഴ്സ് കൊടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. അതായത് 0നേക്കാൾ വലിയ വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ എക്സ്പ്രഷൻ ഒന്നും പുറത്തെടുക്കാൻ പറ്റുക, പോസിറ്റീവ് നമ്പർ കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ ഈ കാണുന്ന ഫംഗ്ഷൻ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ -3 പറ്റും. പിന്നെ അതേപോലെ +3 വരെ, +3 വരെയുള്ള വാല്യൂസ് ആണ് പറ്റുക. എന്നാൽ മാത്രമേ 9 - x² എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് മാറുകയുള്ളൂ. ഇതാണ് എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ. എക്സിന്റെ വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്ന ആള്. സോ ഈ ഫംഗ്ഷൻ ഡൊമെയിൻ എന്ത് കിട്ടി? ക്ലോസ്ഡ് -3 to 3. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ 9 - x² ആകുമ്പോൾ ഒരേ ഒരു ഡൊമെയിൻ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ 2 പീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ എന്തുകൊണ്ട് പീസ് ആയിട്ട് മാറി എന്നുള്ളത്. x² - 25 ആണ്, പക്ഷെ ഇവിടെ വന്നതോ 9 - x² ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഒന്നുകൂടി മാറ്റാണ്, ഇങ്ങനെ വരാണ്. 25 - x² എന്നാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ഈ കാണുന്ന ഈ പീസിന്റെ ഇടയിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ -∞, -5 ∞. അതായത് ഇപ്പം ഇവിടെ ഈ ഫംഗ്ഷൻ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇത്രയും ഭാഗമാണ്. ഈ ഭാഗത്ത് ഡൊമെയിൻ വരുന്നില്ല. x² - 25 ആയപ്പോൾ ഇനി അതേപോലെ 25 - x² ആകുമ്പോഴോ ഈ കാണുന്ന ഈ നടുവിൽ വരുന്ന ഭാഗമായിരിക്കും എന്ത് വരിക? ഇയാളുടെ ഡൊമെയിൻ ആയിട്ട് മാറുക. അതായത് ഇവിടെ ഡൊമെയിൻ എന്ത് വരും? ക്ലോസ്ഡ് -5 to 5 ആയിരിക്കും ഇയാളുടെ ഡൊമെയിൻ വരിക. അതേപോലെ നേരെ തിരിച്ചു വരാണ്, x² - 9 ആയിട്ട് മാറുകയാണ്. ഫംഗ്ഷൻ √x² - 9 ഇങ്ങനെ വരികയാണെങ്കിൽ സെയിം നമ്പർ ലൈൻ എടുക്കുന്നു, -∞, -3 പോസിറ്റീവ് ഇൻഫിനിറ്റി. എന്തായിരിക്കും ഡൊമെയിൻ വരിക? ഇതും അതേപോലെ ഈ പീസും, ഈ 2 പീസും ആഡ് ചെയ്തായിരിക്കും എന്ത് വരിക? x² - 9ന്റെ ഡൊമെയിൻ വരിക. വിച്ച് മീൻസ് ഓപ്പൺ -∞ to -3 യൂണിയൻ, ഇത് ക്ലോസ്ഡ് ആട്ടോ.
ക്ലോസ്ഡ് 3 to infinity. ഇതായിരിക്കും ഇയാളുടെ ഡൊമെയിൻ വരിക. ഇതായിരിക്കും ഇയാളുടെ ഡൊമെയിൻ വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡൊമെയിൻ മനസ്സിലാക്കി വെക്കേണ്ടത്. നല്ലവണ്ണം ആലോചിച്ച് റൂട്ടിനകത്ത് സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവോ വരണം എന്ന് മനസ്സിലാക്കി അത് ലോജിക്കലി ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ റൂട്ട് വരുന്ന കേസ് റെഡിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ, അതായത് ഒരു റാഷണൽ ഫംഗ്ഷൻ വരാണ് ഡിനോമിനേറ്റർ വരുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നോട്ട് ഈക്വൽ ടു സീറോ. ഇയാൾ എന്താ വരുന്നത്? നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അതായത് സീറോനോട് ഈക്വൽ ആവരുത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം സെയിം സിമ്പിൾ, അതായത് സിമ്പിൾ സ്റ്റെപ്പാണ് മനസ്സിലാക്കി വെക്കുക. ഈ x-8 ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ x-8 സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. എക്സിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന എക്സ്പ്രഷൻ 0 ആണെങ്കിൽ എക്സിന് 8 വരണം. അപ്പം നമ്മുടെ റിയൽ നമ്പേഴ്സിൽ ഡൊമെയിൻ ഡീഫോൾട്ട് ആയിട്ട് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിൽ 8 വന്നാൽ, 8 എന്ന് പറയുന്ന വാല്യൂ എക്സിന് വന്നാൽ ഈ ഡിനോമിനേറ്റർ ടോട്ടലി 0 ആയി പോകും. ഡിനോമിനേറ്റർ 1/0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ 8 എന്ന് പറയുന്ന ആളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡൊമെയിൻ എന്തായിട്ട് മാറുമെന്ന് അറിയാം? ഡൊമെയിൻ ഈക്വൽ ടു r മൈനസ് സെറ്റ് 8. ഈ കാണുന്ന 8നെ അവിടുന്ന് റിമൂവ് ചെയ്താൽ മതി. 8 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ ഡൊമെയിനില്ല, ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. ഇത്ര ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതേപോലെ വരുന്ന വേറെ കേസാണ് ഫൈൻഡ് ദ ഡൊമെയിൻ. ഇവിടെയും ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. x+6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? x+6 ഈക്വൽ ടു 0. x is equal to -6. എക്സിൻ്റെ വാല്യൂ -6 ആകുമ്പോൾ ഇത് 0 ആയിട്ട് മാറുന്നു. ഇവിടെ എക്സിന് -6 കൊടുക്കുമ്പോൾ ഇയാൾ എന്തായി പോയി? 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയൽ നമ്പേഴ്സിൽ -6 കൊടുത്താൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡൊമെയിൻ എന്തായിട്ട് മാറും? ഡൊമെയിൻ r മൈനസ് സെറ്റ് -6 എഴുതിയാൽ മതി. ഇതാണ് ഡൊമെയിൻ വരിക. ഇങ്ങനെയാണ് ഇയാളുടെ ഡൊമെയിൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി അവസാനം ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? എഗെയിൻ സെയിം കേസ് തന്നെയാണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ വിച്ച് മീൻസ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അതുകൊണ്ട് ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ വാല്യൂസ് നമ്മൾ എന്താക്കണം? കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണ്? കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മിഡിൽ ടേം ഫാക്ടറൈസ് ചെയ്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ x-2 ഇൻറ്റു x-3, ആഡ് ചെയ്താൽ -5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്, അതായത് a+b ഈക്വൽ ടു -5, a ഇൻറ്റു b ഈസ് ഈക്വൽ ടു 6. അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -2 -3. അപ്പോൾ x-2 ഇൻറ്റു x-3 ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 എന്ന് വരുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഫോർമുലയുണ്ട്. x is equal to -b + or minus √b² - 4ac by 2a എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തും എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. ഇവിടെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഈ കാണുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയാത്ത ആൾക്കാർ എന്താക്കുക? ഈ കാണുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. വിച്ച് മീൻസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്നും 3 എന്നും കിട്ടി. അതായത് ഈ കാണുന്ന ഡിനോമിനേറ്ററിൽ വരുന്ന ഈ എക്സ്പ്രഷനിൽ എക്സിന് പകരം നമ്മൾ 2ഉം 3ഉം കൊടുത്താൽ ഈ ടോട്ടലി ഈ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൊമെയിനിൽ ഈ 2ഉം ഈ 3ഉം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ഡൊമെയിൻ എന്തായിട്ട് മാറും? ഡൊമെയിൻ എന്ന് പറയുന്ന ആള് ഡൊമെയിൻ എന്തായിട്ട് മാറുന്നു? r മൈനസ് സെറ്റ് 2,3. ഈ 2ഉം 3 നമ്മൾ എന്താക്കണം? ഈ രണ്ട് വാല്യൂസ് നമ്മൾ റിയൽ നമ്പേഴ്സ് നമ്മളെ ഡൊമെയിനും റിമൂവ് ചെയ്യണം. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ വരിക. സോ രണ്ട് രീതിയിൽ, അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡൊമെയിൻ കണ്ടുപിടിക്കലാണ് എൻകൗണ്ടർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതിൽ നിങ്ങൾ ഈ രണ്ട് മെത്തേഡ് എന്താക്കുക? ഫോളോ ചെയ്യുക. റൂട്ട് വരികയാണെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ്, ഡിനോമിനേറ്റർ വരുന്ന ഫംഗ്ഷൻസ് ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്താ വരുന്നത്? 0നോട് ഈക്വൽ ആവരുത്. 0നോട് ഈക്വൽ ആവുന്ന പോയിന്റ്സ് എന്താക്കണം? റിയൽ നമ്പേഴ്സ് നിന്ന് റിമൂവ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ച് അതേപോലെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്താക്കുക? വീഡിയോന്റെ എൻഡിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ x + 2/x - 1.
ഓക്കെ, എക്സ് പ്ലസ് 2/x-1 ഈ കാണുന്ന ഫംഗ്ഷൻ്റെയും ഈ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഈ രണ്ട് ഫംഗ്ഷനെയും ഡൊമൈൻ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞ് എന്താക്കുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല വർക്ക് ചെയ്യുക. വർക്ക് ചെയ്താൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. സോ നല്ല പഠിക്കുക. ബാക്കിയുള്ള ഓരോ ടോപ്പിക്കുമായിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.